H1B വിസ കിട്ടാൻ ഇനി 88 ലക്ഷം രൂപ മുടക്കണം. ഇന്ത്യൻ IT സ്വപ്നങ്ങളെ തകർക്കുമെന്ന ഭീഷണിയുമായി ട്രംപ്. ഇന്ത്യക്കാരുടെ അമേരിക്കൻ സ്വപ്നം കയ്യെത്താ ദൂരത്ത്. എക്സ്പ്രസ് വാർത്തയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് കെആർ. കുടിയേറ്റക്കാർക്കെതിരെ ട്രംപ് നടത്തുന്ന തീരുമാനങ്ങളെല്ലാം ദ്രോഹ നടപടികളായി മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ അവസാന ഉദാഹരണമാണ് ഇപ്പോഴുള്ള തീരുമാനം. IT മേഖലയിലെ വിദഗ്ധർക്കായുള്ള H1B വിസയും സ്ഥിര താമസത്തിനുള്ള ഗോൾഡ് കാർഡിനും ഉയർത്തിയ ഫീസ് സ്വപ്നങ്ങളെ പാടെ തല്ലി തകർക്കുന്നതിന് തുല്യമാണ്. H1B വിസ ഇനി മുതൽ പ്രതിവർഷം $1,00,000, അതായത് ഇന്ത്യൻ രൂപയായ 88 ലക്ഷം ഫീസായി നൽകണം. ഗോൾഡ് കാർഡിന് $1 മില്യൺ, ഏകദേശം 8.8 കോടി ഇന്ത്യൻ രൂപയും ഇനി ഫീസായി നൽകേണ്ടി വരും. ഇത് സ്ഥിര താമസക്കാർക്കുള്ള ഫീസാണെന്ന് ഓർക്കണം. ഇത്രയും വലിയ തുക മുടക്കി അമേരിക്കയിൽ താമസിക്കാൻ ഉയർന്ന വരുമാനമുള്ളവർക്ക് മാത്രമേ സാധിക്കൂ എന്ന് വരും. അങ്ങനെ വന്നാൽ മികച്ച പഠനത്തിലൂടെ കഴിവ് തെളിയിച്ചവർ മറ്റു രാജ്യങ്ങളിലേക്ക് തൊഴിൽ ആവശ്യത്തിനായി പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. പുതിയ തീരുമാനം സെപ്റ്റംബർ 21 മുതൽ പ്രാബല്യത്തിലാക്കാനുള്ള ശ്രമത്തിലാണ് ട്രംപ് ഭരണകൂടം. ഇത് ദുർഗാ പൂജ കണക്കാക്കി നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്തവരിൽ ആശങ്കയ്ക്ക് കാരണമായി. വിമാനത്താവളത്തിലെത്തിയ പലരും യാത്ര റദ്ദാക്കിയതായുള്ള വിവരമാണ് പുറത്തു വരുന്നത്. 37,000 രൂപയുണ്ടായിരുന്ന വിമാനയാത്രാ നിരക്ക് 70,000 മുതൽ 80,000 എന്ന നിരക്കിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മൈക്രോസോഫ്റ്റ് അടക്കമുള്ള മിക്ക കമ്പനികളും ഈ തീരുമാനത്തോടെ അങ്കലാപ്പിലാണ്. H1B വിസക്കാരായ അവരുടെ ജീവനക്കാരോട് US വിടരുതെന്നും എന്നാൽ രാജ്യത്തിന് പുറത്തുള്ളവർ 24 മണിക്കൂറിനകം തിരിച്ചെത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നും ന്യൂയോർക്കിലേക്കുള്ള വിമാന ടിക്കറ്റും ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതാണ് 37,000 നിന്നും 80,000 എത്തിയത്. H1B വിസയിൽ US-ൽ തൊഴിൽ ചെയ്യുന്നതിൽ 71% ഇന്ത്യക്കാരാണെന്നതും ഫീസ് വർധനയ്ക്ക് പിന്നിലുണ്ടെന്നതാണ് കാരണം. ട്രംപ് ഭരണകൂടത്തിന്റെ വിചിത്രവാദം മറ്റൊന്നാണ്. ഫീസ് വർധനവിലൂടെ അമേരിക്കൻ തൊഴിൽ വിപണിയെ സംരക്ഷിക്കുകയും തൊഴിൽ നൈപുണ്യം ഉയർന്ന രീതിയിലുള്ളവർ മാത്രം രാജ്യത്ത് വന്നാൽ മതിയെന്നും വാദിക്കുന്നു. എന്നാൽ ഇന്ത്യക്കാരെ ഈ വർധനവ് സാരമായി തന്നെ ബാധിക്കുമെന്നതിൽ സംശയം വേണ്ട. ട്രംപിന്റെ വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് പുട്നിക്ക് കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. വിദേശികൾ അമേരിക്കക്കാരുടെ തൊഴിൽ വ്യാപകമായി തട്ടിയെടുക്കുന്നുവെന്നും ഇത് തടയാനുള്ള നീക്കമാണ് ഫീസ് വർധനയെന്നും പറയുന്നു. അതോടൊപ്പം അമേരിക്കൻ തൊഴിലാളികളെ പരിശീലിപ്പിക്കാനുള്ള പദ്ധതിയും തുടങ്ങിയതായും പറയുന്നു. പുതിയ ഫീസ് നിരക്ക് എല്ലാ കമ്പനികളിലും സംസാരിച്ചതായും അറിയിച്ചു. ഇതിലൂടെ രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള നീക്കം നടക്കുന്നതായും അഭിപ്രായപ്പെട്ടു. ട്രംപിന്റെ മുൻ ഭരണ സമയത്തും ഇത്തരത്തിൽ H1B വിസകൾക്ക് നിയന്ത്രണവും ഫീസ് വർധനവും കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നതാണ്. എന്നാൽ അത് ഫെഡറൽ കോടതി തടയുകയുണ്ടായി. അതിനാൽ തന്നെ പ്രസിഡന്റ് ട്രംപിന് ഫീസ് വർധന ഏർപ്പെടുത്താനുള്ള അധികാരം ഉണ്ടോ എന്ന സംശയവും നിലനിൽക്കുന്നു. വിസ പ്രോസസ്സിംഗിന്റെ ചിലവുകൾ വർദ്ധിപ്പിക്കാമെങ്കിലും ഫീസ് വർദ്ധിപ്പിക്കാനാവില്ല എന്നതാണ് നിയമമെന്നും അറിയാൻ സാധിക്കുന്നു. US-ന്റെ ഈ കുടിയേറ്റ നയങ്ങളിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇന്ത്യയെ തന്നെയാണ്. കഴിഞ്ഞ വർഷം ലഭിച്ച വിസയിൽ 71% ഇന്ത്യക്കാർക്കുള്ളതായിരുന്നു. ചൈന 11.7% മാത്രമായി ഒതുങ്ങുകയും ചെയ്തു. ഇത്തരത്തിൽ ഉയർന്ന ഫീസ് വർധന മൂലം അമേരിക്കൻ തൊഴിൽ സ്വപ്നം കാണുന്ന IT വിദഗ്ധർക്ക് വൻ തിരിച്ചടിയാണ്. ട്രംപിന്റെ തലതിരിഞ്ഞ പല നയങ്ങളും ഏകാധിപത്യ സ്വഭാവമുള്ളതുമാണ്. ട്രംപിന്റെ $1,00,000 ഫീസ് എന്ന ചിലവിൽ US കമ്പനികൾക്ക് ഇന്ത്യൻ വിദഗ്ധരെ നിയമിക്കാൻ മടി കാണിക്കും. കാരണം അത്തരത്തിൽ നിയമിച്ചാൽ ഉണ്ടാകുന്ന ഉയർന്ന ചെലവാണ് അതിന് കാരണം. അതുമൂലം ഇടത്തരം ജോലി ചെയ്യുന്നവരെ നിയമിക്കുന്നതിൽ നിന്നും കമ്പനി പിന്തിരിയാൻ സാധ്യതയുണ്ട്. ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ഇൻഫോസിസ്, വിപ്രോ പോലുള്ള ഇന്ത്യയിലെ IT മേഖലയിലെ വമ്പന്മാർ
ജീവനക്കാരെ കണ്ടെത്തുന്നത് H-1B വിസയിലൂടെയാണ്. എന്തായാലും ട്രംപിന്റെ ഫീസ് നടപടിയിൽ ഞെട്ടിയിരിക്കുകയാണ് IT ഭീമന്മാർ. ഇന്ത്യയിൽ മാത്രമല്ല US IT കമ്പനികൾക്കും ഈ ഫീസ് വർധന തിരിച്ചടിയാണ്. ഇനി കോടതിയാണ് അവസാന ആശ്വാസം. ഇത്തരമൊരു ഫീസ് വർധനയ്ക്ക് പ്രസിഡന്റിന് നിയമപരമായി അവകാശമില്ലെന്ന വാദത്തിലുള്ള ഏക ആശ്വാസത്തിലാണ് IT മേഖലയിലെ വിദഗ്ധർ. ഇന്ത്യൻ IT സ്വപ്നങ്ങൾ തകർക്കാൻ ഇറങ്ങിയിരിക്കുന്ന ട്രംപിന്റെ സ്വപ്നങ്ങൾ കോടതി തകർക്കുമോ എന്ന് കാണാനാണ് എല്ലാവരുടെയും കാത്തിരിപ്പ്. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.